ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. 15,000 താഴെ നോക്കി കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഏറ്റവും നല്ല ഫോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഈസി ആയിട്ട് പറയും Redmi Note 10 ഒരു നല്ല ഓപ്ഷൻ ആണല്ലോ എന്ന്. എത്രത്തോളം നല്ല ഓപ്ഷനാണ്? നമുക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളൊക്കെ കിട്ടും, അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മിക്കവാറും 15,000 താഴെ വരുന്ന ആ ഫോണുകളുടെ ഡിസ്പ്ലേ പോലെ തന്നെയാണോ ഇതിന്റെ AMOLED ഡിസ്പ്ലേ? എങ്ങനെയുണ്ട് ഇതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് നോക്കാം. കാരണം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പോൾ 1-2 ദിവസമായി. എങ്ങനെയുണ്ട് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് വിശദമായിട്ട് തന്നെ നോക്കാം. നേരെ വീഡിയോ. ഹായ്, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഈ ബോക്സിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ബോക്സിനകത്തെ കണ്ടന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാവുന്ന പോലെ തന്നെ ഫോണുണ്ട്, അതേപോലെ തന്നെ ചാർജറുണ്ട്, കേബിളുണ്ട്, അതേപോലെ തന്നെ ഒരു കേസ് വരുന്നുണ്ട്, സിമ്മജർ ഇട്ടോളുണ്ട്, അതേപോലെ കുറച്ച് ഡോക്യുമെന്റേഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. നമുക്ക് ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വെക്കാം, എന്നിട്ട് ഫോൺ കയ്യിലെടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ Redmi Note 10. പ്രോയും പ്രോ മാക്സും ഒന്നുമല്ല, 12,000 രൂപയ്ക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്ന Redmi Note 10ന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. സോ ഇതാണ് ഇതിൽ ഏറ്റവും വാല്യൂ ഫോർ മണി ആയ ഒരു ഫോണായിട്ട് വിലയിരുത്തപ്പെടുന്നത്. ഈ ഒരു സീരീസിൽ തന്നെ ഏറ്റവും വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ 12,000 കിട്ടുന്ന Redmi Note 10 തന്നെയാണ്. കാരണം ആ ഒരു പ്രൈസിന് നമുക്ക് AMOLED ഡിസ്പ്ലേയും സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കിടിലൻ സംഭവമാണ്. പക്ഷെ ഇതിന്റെ ഈ ആസ്പെക്റ്റുകളെല്ലാം അത്രയും നല്ലൊരു സെറ്റപ്പ് തന്നെയാണോ ആക്ച്വലി എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ പ്രൊഡക്റ്റ് അതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടല്ലോ, നമുക്ക് നേരെ ഫോണിലേക്ക് തന്നെ വരാം. ഇതിന്റെ റിയർ ഡിസൈൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഡിസൈൻ ആണ്, പക്ഷെ പറയത്തൊക്കെ കംപ്ലൈന്റ് ഒന്നുമില്ല കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ തട്ടുമ്പോഴൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് ഫീൽ ഉണ്ടെങ്കിലും വേറെ കംപ്ലൈന്റ് ഇല്ല. ചില ഫോണുകളുടെ ഭാഗത്ത് ഒരു ക്രാക്കിംഗ് സൗണ്ട് ഒക്കെ കേൾക്കുന്ന പോലെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. വളരെ നീറ്റായ ഒരു ബിൽറ്റ് ക്വാളിറ്റി ഉണ്ട്. പ്ലാസ്റ്റിക് ആണെങ്കിലും ആ ഒരു ബിൽറ്റ് ക്വാളിറ്റി നമുക്ക് കാണാം. ക്യാമറ മോഡുകളൊക്കെ ഷവോമിയുടെ ഇപ്പോഴത്തെ പുതിയ സ്റ്റൈൽ MI 11 സീരീസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ Note 10 സീരീസിന്റെ ആ ഒരു സ്റ്റൈൽ ക്യാമറ മോഡുകളും കാര്യങ്ങളുമാണ്. ക്വാഡ് ക്യാമറ, മെയിൻ ക്യാമറ 48 മെഗാ പിക്സലാണ്, 8 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്, പിന്നെ ഒരു ഡെപ്ത് സെൻസറും മാക്രോ സെൻസറും 2 മെഗാ പിക്സൽ വീതം, 13 മെഗാ പിക്സലിന്റേതാണ് സെൽഫി ക്യാമറ വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോണിന്റെ അകത്ത് ക്യാമറയുടെ ഭാഗത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ താഴത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 3.5mm ഹെഡ്ഫോൺ ജാക്കും, മെയിൻ മൈക്രോഫോണും, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗ്രില്ല് തുടങ്ങിയ കാര്യങ്ങളാണ്. ടോപ്പ് സൈഡിൽ വേറൊരു സ്പീക്കർ ഗ്രില്ല്, അതായത് ഇയർ പീസ് കൂടാതെ ഒരു സ്പീക്കർ ഗ്രില്ല് നിങ്ങൾക്ക് മുകളിൽ കാണാം. പിന്നെ IR ബ്ലാസ്റ്ററും അതേപോലെ തന്നെ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണും ഉണ്ട്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സെൻസർ അടക്കമാണ് വരുന്നത്. വോളിയം റോക്കേഴ്സ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ് വരുന്നത്. സിം ട്രേ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. ഫ്രണ്ടിൽ നമുക്ക് 6.5 ഇഞ്ച് വരുന്ന 6.43 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ 1100 നിന്റ് ബ്രൈറ്റ്നസോട് കൂടിയാണ് വരുന്നത്. മിക്കവാറും ഈ ബഡ്ജറ്റ് റേഞ്ചിലേക്ക് വന്നിട്ട് സൂപ്പർ AMOLED എന്ന് പറയുമ്പോൾ ബ്രൈറ്റ്നസ് ഒക്കെ കുറവാകാറുണ്ട്. പക്ഷേ ഇവരിവിടെ 1100 നിന്റ് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. സൺലൈറ്റ് വിസിബിലിറ്റിക്ക് യാതൊരു ഇഷ്യൂ ഇല്ല. സോ നല്ല വിസിബിലിറ്റി ഉള്ള നല്ല ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 5 ഹോൾ ക്യാമറ സെറ്റപ്പ് ഒക്കെയാണ് ഫ്രണ്ടിൽ വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 3യും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ പ്രൊട്ടക്ഷൻ ആയിട്ട് വരുന്നത്. സോ ഇതാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ. കൂടുതലായിട്ട് ഞാൻ ഇതിന്റെ ഓവർവ്യൂവിന്റെ കാര്യമൊന്നും പറയുന്നില്ല. നമുക്ക് ഇതിന്റെ യൂസ് ചെയ്തപ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, നേരെ ആ കാര്യത്തിലേക്ക് വരാം. ഡിസ്പ്ലേ എന്തായാലും നല്ല ക്വാളിറ്റിയാണ്, നമുക്ക് പറയത്തക്ക യാതൊരു ഇഷ്യൂ ഇവിടെ ഇല്ല. ബ്രൈറ്റ്നസ്സിൽ ഇഷ്യൂ ഇല്ല. അതായത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ബഡ്ജറ്റ് റേഞ്ചിലെ ലോ ബഡ്ജറ്റിലെ സൂപ്പർ AMOLED ആയതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല, ഒരു കുഴപ്പമില്ല. നല്ല കളർ ആക്യുറസിയും കാര്യങ്ങളും നല്ല ഡീസന്റ് ആയ ഒരു ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ. വിഷ്വലി തന്നെ നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. സൺലൈറ്റ് വിസിബിലിറ്റിക്കും കാര്യങ്ങൾക്കും കുഴപ്പമില്ല. സോ ഇതിന്റെ ഡിസ്പ്ലേയുടെ ഭാഗത്ത് പറയത്തക്ക ഇഷ്യൂ ഒന്നുമില്ല. കൂടി റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. എങ്കിൽ പോലും 12,000 രൂപയ്ക്ക് സൂപ്പർ AMOLED ഡിസ്പ്ലേ എന്ന് പറയുന്നത് അത് ഈ ഒരു നല്ല ബ്രൈറ്റ്നസ് ഒക്കെ ഉള്ള ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ നല്ല കാര്യമാണ്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട് നമുക്ക്. ഇപ്പം ഞാൻ ജസ്റ്റ് ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആക്റ്റീവ് ആകുന്നുണ്ട്. പക്ഷെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 10 സെക്കൻഡ് നേരെ വർക്ക് ചെയ്യുള്ളൂ. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സാധാരണ ഫോണുകളിലെ പോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൾവേസ് ഓൺ ആയിരിക്കില്ല. ഇത് പേരിന് മാത്രമാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. 10 സെക്കൻഡ് കഴിഞ്ഞാൽ ഓഫ് ആവുന്ന തരത്തിലാണ്. സെറ്റിംഗ്സിൽ പോയി എഡിറ്റ് ചെയ്തൂടെ ചേട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻ ഇവർ ഡിസേബിൾ ചെയ്തിട്ടിരിക്കുകയാണ്. ചിലപ്പോൾ ബെറ്റർ ബാറ്ററി ലൈഫിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്നൊരു പേര് കൊടുത്താൽ അതങ്ങനെ ആയിരിക്കണം അല്ലെ. അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ IP53 വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനങ്ങൾ, പ്ലാസ്റ്റിക് ബെൽറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. 8.3mm ആണ് തിക്നെസ് വരുന്നത്. 178 ഗ്രാം ആണ് വെയിറ്റ് വരുന്നത്. ഇനി ഇതിനകത്ത് സ്റ്റീരിയോ സ്പീക്കർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ഭാഗത്തൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കർ ആണല്ലോ. അപ്പൊ ആ സ്ഥിതിക്ക് ഞാനൊരു മൂവിയൊക്കെ വെച്ച് സറൗണ്ട് സൗണ്ടിന്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ നോക്കുമ്പോൾ നോർമലി ഒരു സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കറിൽ നിന്ന് കിട്ടുന്ന ഒരു സൗണ്ട് പോലെ തന്നെ കിട്ടുന്നുള്ളൂ. ഇത് എന്താണെന്ന് ഒരു സൈഡൊക്കെ അടച്ചു പിടിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഈ ഒരു സ്പീക്കർ ഇവിടെ ഉണ്ടെന്ന് തന്നെയുള്ളൂ, അതിനകത്ത് കാര്യമായിട്ടുള്ള ഒരു എഫക്റ്റ് ഒന്നും നമുക്കില്ല. അതായത് ഒരു 70-80% സൗണ്ടും മെയിൻ സ്പീക്കറിൽ താഴെയുള്ള സ്പീക്കറിൽ നിന്ന് തന്നെ വരുന്നത്. മുകളിൽ ഈ ടോപ്പിൽ കൊടുത്തിരിക്കുന്ന സ്പീക്കർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയൊരു ഗുണമുള്ളതായിട്ട് തോന്നിയില്ല. സോ ഒരു സ്റ്റീരിയോ സ്പീക്കർ വലിയൊരു എഫക്റ്റ് കിട്ടുമെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ഇതിലേക്ക് നോക്കണ്ട. അല്ലെങ്കിലും ഈ ഒരു റേഞ്ചിൽ നമ്മൾ വലിയ ക്വാളിറ്റിയുള്ള ഒരു സ്റ്റീരിയോ സ്പീക്കർ ഒന്നും എക്സ്പെക്ട് ചെയ്യാനില്ല. കാരണം ഇത്തിരി പ്രൈസ് കൂടിയ ഫോണുകളിലൊക്കെ
നല്ല ക്വാളിറ്റി സ്പീക്കറൊക്കെ നമുക്ക് സ്റ്റീരിയോ സ്പീക്കർ സംവിധാനം എക്സ്പെക്ട് ചെയ്യാം. ഇത് 12,000 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്. അപ്പോൾ അവിടെ നമുക്ക് വലിയൊരു എക്സ്പെക്ടേഷൻ കൊടുക്കാനില്ല. എങ്കിലും ഉണ്ട് എന്നുള്ള പേരിനാണ് അവർ കൊടുത്തിരിക്കുന്നതെന്ന് വേണം കരുതാൻ. പിന്നെ കൂടുതലൊരു കാര്യം പറയാനുള്ളത്, പല സുഹൃത്തുക്കളും കമന്റ് ചെയ്യാറുണ്ട്, നമുക്ക് ഈ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ കിട്ടുന്ന പല ഫീച്ചറും നമുക്ക് റെഡ്മി റിയൽമി ഒക്കെ ബഡ്ജറ്റ് റേഞ്ചിൽ തരുമെന്ന്. സ്റ്റീരിയോ സ്പീക്കറും ആ കൂട്ടത്തിന്റെ ഘടകമായിട്ട് കരുതിയാൽ മതി. അതായത് ഫ്ലാഗ്ഷിപ്പ് ഫോണിലുള്ള സംഭവത്തിലുണ്ട്, ബട്ട് അതിന്റെ ക്വാളിറ്റി നോക്കിയാൽ ഉണ്ടാവില്ല എന്ന് മാത്രം. ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലെ പല സംഭവങ്ങളും ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടുമ്പോൾ ഒരു പ്രത്യേകതയാണ്. പേരിന് മാത്രമായിരിക്കും പല സംഗതികളും ഉണ്ടാവുക. ഇനി ഇതിന്റെ കോൾ ക്വാളിറ്റി, സൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. കാര്യമായ ഇഷ്യൂസ് ഒന്നും സൗണ്ടിന്റെ ഭാഗത്തൊന്നും വരുന്നില്ല. വളരെ ഡീസന്റ് ആയ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഇയർ പീസിലും പ്രശ്നമില്ല. കോൾ ക്വാളിറ്റി പോലുള്ള കാര്യങ്ങളിൽ ഇഷ്യൂസ് ഇല്ല. അതേപോലെ തന്നെ വൈഫൈ കണക്ഷൻ സ്പീഡ്, എന്റെ വീട്ടിൽ 30 MB ഡാറ്റ സ്പീഡാണ്, 25 സ്പീഡ് ഓൾവേസ് കാണിക്കുന്നത്. ഇവിടുത്തെ കേരള വിഷൻ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ടോപ്പ് സ്പീഡ് പ്രതീക്ഷിക്കാനില്ല. എങ്കിലും 25-30 റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്. സോ വൈഫൈ സ്പീഡിന്റെ കാര്യത്തിലും വേറെ പ്രശ്നമൊന്നും പറയാനില്ല. ഇനി ഇതിന്റെ പെർഫോമൻസ്, അടുത്ത പ്രധാനപ്പെട്ട ഘടകം, 12,000 രൂപയ്ക്ക് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേയും സ്പീക്കറും ഒക്കെ കിട്ടുമ്പോൾ സ്നാപ്ഡ്രാഗൺ 678 എന്ന പ്രോസസ്സറാണ് ഇവർ വെച്ചിരിക്കുന്നത്. ഈ ഒരു പ്രോസസ്സർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേ ടു ഡേ ലൈഫിലെ നോർമൽ യൂസിൽ യാതൊരു ഇഷ്യൂസും ഇല്ല, അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സോ നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഒരു പ്രോസസ്സറാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സർ വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാമോ, പബ്ജി കളിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാണുന്ന പോലെ ഒരു ഗെയിം പ്ലേ ഒക്കെ ഇതിനകത്ത് പോസിബിൾ ആണ്. പക്ഷേ ഞാൻ പറയാനുള്ളത് ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ, നോർമലി നിങ്ങളിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഗെയിം പ്ലേ നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും തോന്നില്ല. ബട്ട് ഞാൻ ക്ലാസിക് കളിക്കുമ്പോൾ, അതായത് ക്ലാസിക്കിൽ ഇത്തിരി റഷ് ചെയ്തൊക്കെ കളിക്കുന്ന സമയത്ത് എനിമീസ് ഒക്കെ അടുത്തോടെയൊക്കെ വരണമെന്ന് അവർ വിചാരിച്ചാൽ മതി, അപ്പോഴേക്കും ഇവിടെ ലാഗ് ആവും. യൂഷ്വലി ബഡ്ജറ്റ് റേഞ്ചിലെ ഒരു ഫോണുകളിൽ കാണുന്ന, പ്രത്യേകിച്ച് 12,000 രൂപ താഴേക്കുള്ള ഫോണുകളിൽ നമുക്ക് എങ്ങനെയൊക്കെ കളിക്കാൻ പറ്റാറുണ്ട്. ഇത്തിരി ലാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ കളിക്കാൻ പറ്റാറുള്ളൂ. ആ തരത്തിലുള്ള ഒരു പെർഫോമൻസിനാണ് ഇവിടെയും എക്സ്പെക്ട് ചെയ്യേണ്ടത്. അത് വിട്ടിട്ട് ഈ ഒരു പ്രോസസ്സർ ഉണ്ട്, ഇതിൽ ഭയങ്കരമായിട്ട് ഗെയിം കളിക്കാൻ പറ്റുമെന്നൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു മിനിമം സെറ്റപ്പിലുള്ള ഗെയിം പ്ലേ ഇതിനകത്ത് പോസിബിൾ ആവുള്ളൂ. സ്നാപ്ഡ്രാഗൺ 678 ഒപ്പം 4GB റാം, 6GB റാം തുടങ്ങിയ റാം വേരിയന്റുകൾ വരുന്നുണ്ട്. LPDDR4X റാം ആണ്, UFS 2.2 സ്റ്റോറേജും കാര്യങ്ങളുമാണ് വരുന്നത്. 64, 128 എന്നീ വേരിയന്റുകൾ അവൈലബിൾ ആണ്. 4GB റാം 64GB വേരിയന്റ് പ്രൈസ് ആണ് 11,999. 6GB റാം 128GB സ്റ്റോറേജിന്റെ പ്രൈസ് ആണ് 13,999. ഈ ഒരു പെർഫോമൻസും ഈ ഡിസ്പ്ലേയും ഈ സ്റ്റീരിയോ സ്പീക്കർ സംവിധാനം പേരിനാണെങ്കിലും ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഈ പ്രൈസിന് സംഗതി കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പ് തന്നെയാണ്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും കാര്യങ്ങളുണ്ട്, OTG സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഒരു തരത്തിലുള്ള ഇഷ്യൂസും നമുക്ക് അവിടെ പറയാനില്ല. MIUI Android 11 ബേസ്ഡ് ആണ് വരുന്നത്. സോ ലേറ്റസ്റ്റ് ആയ സംവിധാനങ്ങളും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ട് ഫാസ്റ്റ് ചാർജിംഗുമാണ് ഈ ഫോണിൽ വരുന്നത്. 5000 mAh ബാറ്ററി അതിന്റെ പവർ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് Redmi Note 10 ബാറ്ററി ലൈഫ് ഭയങ്കര കുറവാണെന്ന് പറയുന്നത് കേട്ടല്ലോ എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, ഞാനൊരു മൂവി കണ്ടു നോക്കി 1 മണിക്കൂർ. യൂഷ്വലി മറ്റുള്ള ഫോണുകളിൽ ഡ്രെയിൻ ആവുന്ന അത്രയും ബാറ്ററി തന്നെ ഇതിലും ആവുന്നുള്ളൂ. പബ്ജി കളിക്കുമ്പോഴായാലും അങ്ങനെ ഹെവി ബാറ്ററി ഡ്രെയിൻ ഒന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. 1 ദിവസം 1.5 ദിവസം, അല്ലെങ്കിൽ നോർമൽ യൂസ് ഒക്കെ ആണെങ്കിൽ 1-2 ദിവസത്തിന്റെ ഇടയിൽ എങ്ങനെയായാലും 2ാം ദിവസം ഈ കടന്ന് കിട്ടും. ഗെയിം കളിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കഴിയും. ബട്ട് നോർമൽ യൂസിൽ 1.5-2 ദിവസം വരെ മിനിമം യൂസ് ഉള്ള ആൾക്കാർക്ക് കിട്ടും. എനിക്ക് കിട്ടുന്നുണ്ട്. സോ ബാറ്ററി ലൈഫിൽ വലിയ ഇഷ്യൂ ഒന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. സോ ആ കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാമെന്ന് തോന്നുന്നു. ഗെയിം പ്ലേയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഓവറായിട്ടുള്ള ഹീറ്റിംഗ് ഒന്നും വരുന്നില്ല. 37, 38, 39 വരെയുള്ള ഹീറ്റിംഗേ വരുന്നുള്ള പബ്ജി കളിക്കുമ്പോഴൊക്കെ. കൂടിയ ഒരു എന്താ പറയാ, ഹീറ്റൊക്കെ കയറി വന്നിട്ട് ഓവർ ഹീറ്റിംഗ് ആവുന്ന ലക്ഷണമൊന്നും ഈ ഫോണിൽ കാണാനില്ല. സോ ഹീറ്റിങ്ങിന്റെ പ്രശ്നമൊന്നുമില്ല. നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. ഒരു മിനിമം തരത്തിലുള്ള ആ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കിട്ടാവുന്ന തരത്തിലുള്ള ഒരു മിനിമം ഗെയിം പ്ലേ ഒക്കെ നമുക്ക് ഇതിനകത്ത് പോസിബിളുമാണ്. സോ ഇതാണ് ഇതിന്റെ പെർഫോമൻസ് ആൻഡ് ബാറ്ററി സെക്ഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിന്റെ ക്യാമറ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ക്യാമറ സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഒക്കെ ഉണ്ട്. 48 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. സ്നാപ്ഡ്രാഗൺ 678 പ്രോസസ്സർ. സോ ഓവറോൾ അതിന്റെ പെർഫോമൻസ് എന്ന് വരുമ്പോൾ നിങ്ങൾ കാണുന്ന ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഇത് ഓക്കെ ആണോ എന്ന് നോക്കുക. പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ കുഴപ്പമില്ലാത്ത നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. മെയിൻ ക്യാമറ ഇമേജിന്റെ ഒപ്പം സെൽഫി ക്യാമറ ഇമേജുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓവറോൾ ഗുഡ് ക്വാളിറ്റി സെറ്റപ്പ് ആയിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. ഈ ഒരു ഫോണിന്റെ ക്യാമറ നന്നായിട്ടുണ്ട്. ഈ ഒരു പ്രൈസിൽ 12,000 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ സാധിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ആ പ്രൈസിലെ ഒരു നല്ല ക്യാമറ ആയിട്ട് തന്നെ വിലയിരുത്താം. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഡേ ലൈറ്റ് ഇമേജുകളുടെ ക്വാളിറ്റി. വീഡിയോ ക്വാളിറ്റി കൂടി നമുക്ക് നോക്കാം ഡേ ലൈറ്റിൽ എങ്ങനെയുണ്ടെന്നുള്ളത്.
ഇതാണ് സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റി. അതിൻ്റെ ഓഡിയോ നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കാം. ഞാനിപ്പോൾ ഒരു റോഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വേറെ വലിയ നോയ്സ് ഒന്നും ഇല്ല. അതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ഇപ്പോൾ കേട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ക്വാളിറ്റി ഏറെക്കുറെ ഈ ഒരു ലെവലിലാണ്. സ്റ്റെബിലൈസേഷൻ കൂടി നമുക്കൊന്ന് നോക്കാം. സോ ഇതാണ് അപ്പോൾ ഡേ ലൈറ്റിലെ ഈ ക്യാമറയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇനി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ, ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്ന ഈ ഒരു സെറ്റപ്പിൽ ഇരുന്നുകൊണ്ട് ഞാൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ, ഇപ്പൊ സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിനകത്ത് ഇരുന്നുകൊണ്ട് ഞാൻ ഫോട്ടോ എടുത്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് ഇപ്പൊ തന്നെ നോക്കാം. ഞാനൊരു ഫോട്ടോ എടുക്കുവാണേ. ഒരു പോർട്രേറ്റ് മോഡ് എടുത്തേക്കാം. ഓക്കെ, നിങ്ങൾക്ക് അപ്പൊ അത് സ്ക്രീനിൽ കാണാം. എന്തായാലും അപ്പൊ ഞാൻ ഈ സ്റ്റുഡിയോ സെറ്റപ്പ് പോലൊരു സെറ്റപ്പിൽ ഇരുന്നുകൊണ്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇമേജുകളാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ 1-2 ഇമേജുകൾ വേറെ നിങ്ങൾക്ക് കാണാം. ഓവറോൾ ഈ തരത്തിലാണ് ഇതിന്റെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഒരു ഇമേജ് ക്വാളിറ്റി എന്ന് പറയുന്നത്. സോ ഡേ ലൈറ്റിലായാലും ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലായാലും പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഈ ഫോൺ വലിയ കുഴപ്പമില്ലെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യം നിങ്ങളാണ് കേട്ടോ നോക്കേണ്ടത്. അത് തീർച്ചയായിട്ടും വിശദമായിട്ട് നോക്കുക, ഇമേജുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് പരിശോധിക്കുക. സോ അപ്പോൾ എന്തായാലും ഇതിന്റെ ഡിസൈനും ഡിസ്പ്ലേയും പെർഫോമൻസും അതേപോലെ തന്നെ ബാറ്ററി ലൈഫിന്റെ കാര്യവും ക്യാമറയുടെ കാര്യവും എല്ലാം ഞാൻ പറഞ്ഞു. ഓവറോൾ 12,000 സ്റ്റാർട്ട് ചെയ്യുന്ന ഫോൺ 12,000 നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഉഗ്രൻ ഓപ്ഷൻ തന്നെയാണ്. ബട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന വേരിയന്റ് എന്ന് പറയുന്നത് കൂടിയ വേരിയന്റ് ആണ്. അതായത് 6GB RAM 128GB സ്റ്റോറേജ് ആണ്. 13,990 പ്രൈസ്. 14,000 രൂപയാണ്. ഈ ഒരു പ്രൈസിന് ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടല്ലേ. നിങ്ങൾ തന്നെ നോക്കുക. നമുക്ക് ഇവിടെ കോമ്പറ്റീഷൻ ആയിട്ട് റെഡ്മിയുടെ തന്നെ പോക്കോ M2 Pro പോലുള്ള ഫോണുകളൊക്കെ ഉണ്ട്. സ്റ്റിൽ അതൊക്കെ അടിപൊളി ഫോണുകളാണ്. എനിക്ക് തോന്നുന്നതിനേക്കാൾ നല്ല പ്രോസസ്സറും കാര്യങ്ങളും ക്വാളിറ്റിയും ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ബട്ട് കമ്പയർ ചെയ്തൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും നമുക്ക് ഈ ഒരു റിവ്യൂ യൂണിറ്റ് കിട്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ യൂസ് ചെയ്ത് വരുമ്പോൾ തോന്നി കുറച്ച് ഫ്രാങ്കായ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അടിപൊളിയാണ് സംഭവം. ഈ ഒരു ഫോൺ എടുക്കണം, ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ്. അപ്പൊ അതാണ് റെഡ്മി നോട്ട് 10നെ കുറിച്ചുള്ള എൻ്റെ ഒരു പേഴ്സണൽ യൂസർ എക്സ്പീരിയൻസിൽ നിന്നുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഇനി 1-2 പ്രധാന കാര്യങ്ങൾ ഇത്തരം ഫോണുകൾ ചോദിക്കാറുള്ളത്. സാർ വാല്യൂ, ഹെഡ് സാർ വാല്യൂ നോക്കിയാൽ 0.863 ആണ്. ബോഡി സാർ വാല്യൂ 0.585 ആണ്. അതേപോലെ ക്യാമറ ടു API ഒക്കെ ലെവൽ 3 തന്നെ എനേബിൾഡ് ആണ്. വൈഡ് വൈൻ L1 സർട്ടിഫൈഡ് ആണ്. സോ നിങ്ങൾക്ക് ആമസോൺ, നെറ്റ്ഫ്ലിക്സിൽ നിന്നൊക്കെ സ്ട്രീം ചെയ്ത് കാണിക്കാം. ഫുൾ HDയിൽ തന്നെ സ്ട്രീം ചെയ്ത് കാണാൻ സാധിക്കും. അത്തരം ഭാഗങ്ങളെല്ലാം ക്ലിയർ ആണ്. ആഡ്സ്, ഇതിനകത്ത് പരസ്യങ്ങൾ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്യങ്ങളുള്ള UI തന്നെയാണ്. പക്ഷേ അത് നമുക്ക് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ അവൈലബിൾ ആണ്. പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻ എന്ന സെക്ഷൻ ഓഫ് ചെയ്തുകൊണ്ട് വേണം ഫോൺ സെറ്റപ്പ് ചെയ്യാൻ. അങ്ങനെ വന്നാൽ പിന്നെ വേറെ പരസ്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. വേറെ ഇഷ്യൂസ് ഒന്നും ആ ഭാഗത്തൊന്നും ഇല്ല. പിന്നെ ഫോൺ എങ്ങനെയാണ് ഇത് സെറ്റപ്പ് ചെയ്ത് പരസ്യങ്ങൾ വരാതെ സെറ്റപ്പ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ക്ലിയർ ആയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അതേപടി ചെയ്ത് കഴിഞ്ഞാൽ പരസ്യങ്ങളൊന്നും വരില്ല. സോ അത്രയുമാണ് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ. ഫോൺ കൊള്ളാം, നന്നായിട്ടുണ്ട്. സോ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.